വിധിനിർണായകമായ ആ വെള്ളിയാഴ്ച രാവിലെ ജെറുസലേമിലെ തെരുവുകൾ ജനസമുദ്രത്താൽ ഇരമ്പുകയായിരുന്നു. റോമൻ ഗവർണറായ പീലാത്തോസിന്റെ അരമനയ്ക്ക് മുന്നിൽ തടിച്ചുകൂടിയ ആയിരക്കണക്കിന് ആളുകളുടെ ശബ്ദം ഒരു കൊടുങ്കാറ്റുപോലെ ആകാശത്തേക്കുയർന്നു. അവിടെ മരണത്തിന്റെയും ജീവന്റെയും നൂൽപ്പാലത്തിൽ രണ്ടുപേർ നിൽക്കുന്നുണ്ടായിരുന്നു. ഒരാൾ ദൈവത്തിന്റെ പുത്രനായ യേശു, മറ്റൊരാൾ കൊലപാതകിയും വിപ്ലവകാരിയുമായ ബറബ്ബാസ്. എന്റെ പേര് ബറബ്ബാസ്. പിതാവിന്റെ മകൻ എന്നാണ് ആ പേരിന്റെ അർത്ഥം. എന്നാൽ എന്റെ ജീവിതം ഒരു പിതാവിനും അഭിമാനിക്കാൻ വക നൽകുന്ന ഒന്നായിരുന്നില്ല. ഈ കഥ എന്റേതാണ്, അല്ല, എന്റെ സ്ഥാനത്ത് മരിക്കാൻ വിധിക്കപ്പെട്ട ആ നിഷ്കളങ്കനായ മനുഷ്യന്റെ കഥയാണ് എന്റെ ജീവിതത്തിലൂടെ ഞാൻ നിങ്ങളോട് പറയുന്നത്. ആ ദിവസം എന്റെ ഹൃദയം മരണഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. കുരിശുമരണം മുന്നിൽ കണ്ടുകൊണ്ട് കാരാഗൃഹത്തിലെ ഇരുട്ടിൽ കഴിഞ്ഞിരുന്ന എനിക്ക് അപ്രതീക്ഷിതമായി ലഭിച്ച സ്വാതന്ത്ര്യത്തിന്റെയും അതിന് പകരമായി നൽകപ്പെട്ട വലിയൊരു ബലിയുടെയും ഓർമ്മകൾ ഇന്നും എന്നെ വേട്ടയാടുന്നു. ആ വലിയ ജനക്കൂട്ടം എന്റെ പേര് വിളിച്ചു കൂവുന്നത് കേട്ടപ്പോൾ ആദ്യം ഞാൻ വിശ്വസിച്ചില്ല. അവർക്ക് വേണ്ടത് എന്നെയാണ്. ബറബ്ബാസിനെ വിട്ടുതരിക എന്ന ആക്രോശം എന്റെ ചെവികളിൽ മുഴങ്ങിയപ്പോൾ എന്റെ വിധി മാറിക്കുറിക്കപ്പെടുകയായിരുന്നു എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ആരായിരുന്നു ഞാൻ? എന്തിനാണ് അവർ എന്നെ തെരഞ്ഞെടുത്തത്? എന്റെ ജീവിതം എവിടെ തുടങ്ങി, എങ്ങനെ ഈ മരണത്തിന്റെ വക്കിലെത്തി, ഒടുവിൽ എങ്ങനെ അത് മാറിമറിഞ്ഞു എന്നതിന്റെ പൂർണ്ണമായ സാക്ഷ്യമാണിത്. ഞാൻ ജനിച്ചത് ഗലീലിയുടെ കുന്നിൻ ചെരിവുകളിലുള്ള ഒരു ചെറിയ ഗ്രാമത്തിലായിരുന്നു. റോമൻ സാമ്രാജ്യത്തിന്റെ അടിച്ചമർത്തലുകൾ നേരിട്ട് കണ്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. എന്റെ ബാല്യം സന്തോഷം നിറഞ്ഞതായിരുന്നില്ല. റോമൻ പടയാളികൾ ഞങ്ങളുടെ കൃഷിയിടങ്ങളിൽ അതിക്രമിച്ചു കയറുന്നതും ഞങ്ങളുടെ സമ്പാദ്യം നികുതിയായി പിടിച്ചുപറിക്കുന്നതും കണ്ടാണ് ഞാൻ വലുതായത്. എന്റെ പിതാവ് ഒരു സാധാരണ കർഷകനായിരുന്നു, ദൈവഭയമുള്ള മനുഷ്യൻ. ബറബ്ബാസ് എന്ന പേരെനിക്ക് നൽകിയപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ചത് ഞാൻ അദ്ദേഹത്തിനൊരു നല്ല മകനായിരിക്കുമെന്നും ദൈവത്തിന് പ്രിയപ്പെട്ടവനായിരിക്കുമെന്നുമാണ്. എന്നാൽ റോമിനോടുള്ള വെറുപ്പ് എന്റെ സിരടിയിൽ രക്തത്തെക്കാൾ വേഗത്തിൽ ഓടാൻ തുടങ്ങിയപ്പോൾ ഞാൻ പിതാവിന്റെ പാത ഉപേക്ഷിച്ചു. ചെറുപ്പത്തിൽ തന്നെ ഞാൻ റോമൻ ഭരണത്തിനെതിരെ സംസാരിക്കുന്ന ചെറിയ സംഘങ്ങളിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തുടങ്ങി. അന്യായമായ നികുതി പിരിവിനെതിരെ ശബ്ദമുയർത്തിയപ്പോൾ പടയാളികൾ എന്റെ പിതാവിനെ മർദ്ദിക്കുന്നത് കണ്ട ആ ദിവസം എന്റെ ഉള്ളിലെ വിപ്ലവകാരി ജനിച്ചു. ആ മർദ്ദനമേറ്റ പാടുകൾ എന്റെ മനസ്സിലൊരു തീക്കനലായി മാറി. ഇനി സമാധാനത്തിന്റെ വഴിയല്ല, മറിച്ച് വാളിന്റെ വഴിയാണ് എന്റെ മാർഗമെന്ന് ഞാൻ തീരുമാനിച്ചു. അങ്ങനെ ഞാൻ വീട് വിട്ടിറങ്ങി. കാടുകളിലും മലയിടുക്കുകളിലും ഒളിച്ചു താമസിക്കുന്ന വിപ്ലവകാരികളുടെ, അല്ലെങ്കിൽ റോമാക്കാർ വിളിക്കുന്നതുപോലെ കള്ളന്മാരുടെ സംഘത്തിൽ ഞാൻ എത്തിച്ചേർന്നു. അവിടെ എനിക്ക് ലഭിച്ച പരിശീലനം എന്നെ ഒരു കഠിനഹൃദയനാക്കി മാറ്റി. വാൾപ്പയറ്റിലും ഒളിപ്പോരിലും ഞാൻ സമർത്ഥനായി. റോമൻ പട്ടാളക്കാരെ ആക്രമിക്കുകയും അവരുടെ ആയുധങ്ങൾ മോഷ്ടിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾക്കൊരു വിനോദമായി മാറി. ജെറുസലേമിലെ തെരുവുകൾ ഞങ്ങളുടെ പോരാട്ടവേദിയായി മാറിയ കാലം. റോമാക്കാർക്കെതിരെ യഹൂദജനതയുടെ രോഷം ആളിക്കത്തുന്ന സമയമായിരുന്നു അത്. പലരും മിശിഹ വരുമെന്നും റോമിന്റെ അടിമത്വത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുമെന്നും വിശ്വസിച്ചു. എന്നാൽ ഞാൻ വിശ്വസിച്ചത് എന്റെ വാളിലും കരുത്തിലുമായിരുന്നു. എന്റെ നേതൃത്വത്തിൽ ഒരു വലിയ കലാപം സംഘടിപ്പിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. പെസഹ പെരുന്നാളിനോടനുബന്ധിച്ച് ജെറുസലേമിൽ ജനങ്ങൾ തടിച്ചുകൂടുന്ന സമയം നോക്കി റോമൻ പട്ടാളത്തിനെതിരെ ആക്രമണം അഴിച്ചുവിടാനായിരുന്നു പദ്ധതി. ആ രാത്രി ഞങ്ങൾ നഗരത്തിൽ പ്രവേശിച്ചു. ഇരുട്ടിന്റെ മറവിൽ ഞങ്ങൾ പടയാളികളെ പതിയിരുന്ന് ആക്രമിച്ചു. വലിയൊരു ലഹള തന്നെ അവിടെ പൊട്ടിപ്പുറപ്പെട്ടു. ആ ബഹളത്തിനിടയിൽ ഒരു റോമൻ ഉദ്യോഗസ്ഥൻ എന്റെ മുന്നിൽപ്പെട്ടു. രക്തം തിറച്ചുമറിയുന്ന ആ നിമിഷത്തിൽ യാതൊരു ദയയും കൂടാതെ ഞാൻ എന്റെ കഠാര അവന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കി. അവന്റെ മരണം എന്റെ കൈകൾക്ക് രക്തത്തിന്റെ കറ നൽകി. അതായിരുന്നു എന്റെ ആദ്യത്തെ കൊലപാതകമെന്ന് പറയാനാവില്ലെങ്കിലും അതെന്നെ ഒരു കൊലപാതകിയെന്ന നിലയിൽ മുദ്രകുത്തി. എന്നാൽ ഞങ്ങളുടെ കണക്കുകൂട്ടലുകൾ തെറ്റി. റോമൻ സൈന്യം ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ശക്തമായിരുന്നു. അവർ ഞങ്ങളെ വലഞ്ഞു. എന്റെ കൂടെയുണ്ടായിരുന്ന പലരും കൊല്ലപ്പെട്ടു. ഒടുവിൽ ഞാനും എന്റെ കൂട്ടാളികളായ ദിസ്മാസും ഗസ്താസും പിടികൂടി. ചങ്ങലകളാൽ ബന്ധിതനായി, അടിയും ഇടിയും കൊണ്ട് അവശനായി എന്നെ വലിച്ചിഴച്ചുകൊണ്ട് അവർ അന്റോണിയ കോട്ടയിലെ ഇരുണ്ട തടവറയിലേക്ക് കൊണ്ടുപോയി. ഓരോ നിമിഷവും ഞാൻ കാത്തിരുന്നത് എന്റെ മരണവാറണ്ട് വായിക്കാനായി പടയാളികൾ വരുന്ന ഒച്ച കേൾക്കാനാണ്. കുരിശുമരണമെന്ന റോമൻ ശിക്ഷാരീതിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എന്റെ എല്ലുകൾ വിറച്ചു. മരക്കുരിശിൽ തറയ്ക്കപ്പെട്ട് ശ്വാസം കിട്ടാതെ പക്ഷികൾ കുത്തിവലിക്കുന്ന ശരീരവുമായി ദിവസങ്ങളോളം കിടന്നു മരിക്കുക എന്നത് ഏതൊരു മനുഷ്യനെയും ഭ്രാന്തനാക്കുന്ന ചിന്തയാണ്. ആ ദിവസങ്ങളിൽ എന്റെ മനസ്സ് മുഴുവൻ എന്റെ കഴിഞ്ഞുപോയ കാലത്തെക്കുറിച്ചുള്ള ചിന്തകളായിരുന്നു. ഞാൻ എന്തിനീ വഴി തെരഞ്ഞെടുത്തു? എനിക്ക് ആഗ്രഹിച്ച സ്വാതന്ത്ര്യം എനിക്ക് ലഭിച്ചില്ലെന്ന് മാത്രമല്ല, ഇപ്പോൾ നിത്യമായ അടിമത്വത്തിലേക്ക്, മരണത്തിലേക്ക് ഞാൻ പോകുന്നു. എന്റെ കൂടെയുണ്ടായിരുന്ന മറ്റു തടവുകാർ കരയുന്നതും പ്രാർത്ഥിക്കുന്നതും ഞാൻ കേട്ടു. എന്നാൽ എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നിയില്ല. കാരണം ദൈവം എന്നെ ഉപേക്ഷിച്ചു എന്ന് ഞാൻ വിശ്വസിച്ചു. പുറത്ത് പെസഹ ആഘോഷങ്ങളുടെ ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. ജനങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു, ബലികൾ അർപ്പിക്കുന്നു. എന്നാൽ ഇവിടെ ഈ തടവറയിൽ ഞാനെന്ന ബലിമൃഗം അറുക്കപ്പെടാൻ കാത്തുകിടക്കുന്നു. കനത്ത കാൽവയ്പുകളോടെ പടയാളികൾ അകത്തേക്ക് വന്നു. അവരെന്നെ എഴുന്നേൽപ്പിച്ചു, ചങ്ങലകൾ വലിച്ചു മുറുക്കി പുറത്തേക്ക് നടക്കാൻ ആജ്ഞാപിച്ചു. എന്റെ സമയം അവസാനിച്ചു എന്ന് ഞാൻ കരുതി. ഇനി വിചാരണയില്ല, നേരെ മരണത്തിലേക്ക്. എന്നാൽ അവരെന്നെ കൊണ്ടുപോയത് മരണത്തിലേക്കല്ല, മറിച്ച് ഗവർണറുടെ അരമനയുടെ മുറ്റത്തേക്കാണ്. അവിടെ കണ്ട കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി. വലിയൊരു ജനക്കൂട്ടം അവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. ഗവർണർ പീലാത്തോസ് ന്യായസ്ഥാനത്തിലിരിക്കുന്നു. എന്റെ തൊട്ടപ്പുറത്ത് മറ്റൊരാൾ നിൽക്കുന്നുണ്ടായിരുന്നു. മുൾക്കിരീടം ധരിച്ചപ്പെട്ട, മുഖത്ത് രക്തവും ഉമിനീരും ഒലിച്ചിറങ്ങുന്ന, അടികൊണ്ട് തകർന്ന ശരീരമുള്ള ഒരു മനുഷ്യൻ. അത് യേശുവായിരുന്നു, നസ്രായനായ യേശു.
അവനെക്കുറിച്ച് ഞാൻ കേട്ടിരുന്നു. അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവൻ, രോഗികളെ സുഖപ്പെടുത്തുന്നവൻ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവൻ എന്നൊക്കെ. പക്ഷെ അവനും എന്നെപ്പോലെ ഒരു വിപ്ലവകാരിയാണോ എന്ന് ഞാൻ സംശയിച്ചു. അവന്റെ കണ്ണുകളിൽ ഞാൻ കണ്ടത് ഭയമായിരുന്നില്ല, മറിച്ച് വിവരിക്കാനാവാത്ത ഒരു ശാന്തതയായിരുന്നു. എന്റെ കണ്ണുകളിൽ വെറുപ്പും ഭയവും നിറഞ്ഞു നിന്നപ്പോൾ അവന്റെ കണ്ണുകളിൽ കരുണയും സ്നേഹവും മാത്രമായിരുന്നു. പീലാത്തോസ് ജനക്കൂട്ടത്തോട് ചോദിച്ചു, പെസഹ സമയത്ത് ഒരു തടവുകാരനെ വിട്ടുതരുന്ന പതിവുണ്ടല്ലോ. ഇവരിൽ ആരെ ഞാൻ നിങ്ങൾക്ക് വിട്ടുതരണം? ബറബ്ബാസിനെയോ അതോ ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശുവിനെയോ? ആ ചോദ്യം കേട്ടപ്പോൾ എന്റെ ശ്വാസം നിലച്ചു. എനിക്കൊരു പ്രതീക്ഷയുടെ കിരണം ലഭിച്ചു. ഞാൻ ജനക്കൂട്ടത്തെ നോക്കി. അവർ എന്തു പറയും? ഞാനൊരു കൊലപാതകിയാണ്, അവനൊരു നിരപരാധിയായ പ്രവാചകനും. എന്നാൽ സംഭവിച്ചത് അവിശ്വസനീയമായിരുന്നു. പുരോഹിതന്മാരാൽ സ്വാധീനിക്കപ്പെട്ട ആ ജനക്കൂട്ടം ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു, ബറബ്ബാസിനെ വിട്ടുതരിക, ബറബ്ബാസിനെ വിട്ടുതരിക. എന്റെ ചെവികളെ എനിക്ക് വിശ്വസിക്കാനായില്ല. അവർക്ക് വേണ്ടത് എന്നെയാണ്. ഈ കൊലപാതകിയെ, ഈ തെമ്മാടിയെ, പീലാത്തോസ് വീണ്ടും ചോദിച്ചു. എന്നാൽ യേശുവിനെ ഞാൻ എന്തു ചെയ്യണം? അവർ ആക്രോശിച്ചു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. ആ നിമിഷം ആ വിധി പ്രഖ്യാപനം എന്റെ ഹൃദയത്തിൽ തുളച്ചു കയറി. ഞാൻ സ്വതന്ത്രനാക്കപ്പെടാൻ പോകുന്നു. എനിക്ക് പകരം ഈ മനുഷ്യൻ മരിക്കാൻ പോകുന്നു. പടയാളികൾ എന്റെ ചങ്ങലകൾ അഴിച്ചുമാറ്റി. ഞാൻ സ്വതന്ത്രനായി. പക്ഷേ എന്റെ മനസ്സ് അപ്പോഴും ആ ചങ്ങലകളിൽ തന്നെയായിരുന്നു. ഞാൻ ആ ജനക്കൂട്ടത്തിനിടയിലേക്ക് നടന്നു. യേശു തന്റെ കുരിശം ചുമന്നുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു. വഴിയിൽ അവൻ വീഴുന്നു. പടയാളികൾ അവനെ ഉപദ്രവിക്കുന്നു. സ്ത്രീകൾ കരയുന്നു. എന്റെ കൂട്ടാളികളായിരുന്ന 2 കള്ളന്മാരെയും അവർ ക്രൂശിക്കാൻ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അവരുടെ സ്ഥാനത്ത് നടുവിൽ ഞാനായിരുന്നു ഉണ്ടായിരുന്നേണ്ടത്. കാൽവരിയിലെത്തിയപ്പോൾ അവർ അവനെ കുരിശിൽ തറയ്ക്കുന്നത് ഞാൻ നോക്കി നിന്നു. വലിയ ആണികൾ അവന്റെ കൈകളിലേക്കും കാലുകളിലേക്കും അടിച്ചു കയറ്റുമ്പോൾ അവന്റെ ശരീരം വേദന കൊണ്ട് പിടയുന്നത് ഞാൻ കണ്ടു. എന്നിട്ടും അവൻ പ്രാർത്ഥിച്ചത്, പിതാവേ, ഇവർ ചെയ്യുന്നതെന്തെന്നിവർ അറിയാകേക്കുകൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നായിരുന്നു. ആ വാക്കുകൾ എന്റെ ഹൃദയത്തെ തകർത്തു. അവന്റെ രക്തം വീണ മണ്ണിൽ നിന്ന് ഞാൻ വിറച്ചു. ഞാൻ ചെയ്ത പാപങ്ങൾക്ക്, ഞാൻ ചെയ്ത കൊലപാതകങ്ങൾക്ക് ഞാൻ അനുഭവിക്കേണ്ട ശിക്ഷ അവൻ ഏറ്റെടുത്തു. ഉച്ചയായപ്പോൾ ആകാശം ഇരുണ്ടു, ഭൂമി കുരുങ്ങി. അവൻ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് അന്ത്യശ്വാസം വലിച്ചു. ആ നിമിഷം ഒരു റോമൻ ശതാധിപൻ പറയുന്നത് ഞാൻ കേട്ടു, സത്യമായും ഇവൻ ദൈവപുത്രനായിരുന്നു. അതെ, അവൻ ദൈവപുത്രനായിരുന്നു. ഞാൻ വെറും മനുഷ്യനും. അവന്റെ മരണം എനിക്ക് ജീവൻ തന്നു. അവന്റെ ബന്ധനം എനിക്ക് സ്വാതന്ത്ര്യം തന്നു. യേശുവിന്റെ മരണശേഷം ഞാൻ എങ്ങോട്ട് പോകണമെന്നറിയാതെ അലഞ്ഞു. ഞാൻ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിപ്പോകാൻ ശ്രമിച്ചെങ്കിലും എനിക്കതിന് കഴിഞ്ഞില്ല. എന്റെ കൈകളിലെ രക്തക്കറ കഴുകാനാവില്ലെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്നാൽ യേശുവിന്റെ രക്തം അതിന് പരിഹാരമാണെന്ന ചിന്ത എന്നിൽ വളരാൻ തുടങ്ങി. അവൻ ഉയർത്തെഴുന്നേറ്റു എന്ന വാർത്ത കേട്ടപ്പോൾ ആദ്യം ഞാൻ സംശയിച്ചു. പക്ഷെ പിന്നീട് അത് സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കാൻ തുടങ്ങി. അവന്റെ ശിഷ്യന്മാരുടെ ധൈര്യവും അവർ നേരിട്ട പീഡനങ്ങളും കണ്ടപ്പോൾ ആ മരണം വെറുതെയായിരുന്നില്ല എന്നെനിക്ക് മനസ്സിലായി. ഞാൻ പല സ്ഥലങ്ങളിലും സഞ്ചരിച്ചു. എന്റെ പേര് ബറബ്ബാസ് ആണെന്ന് പറയാൻ ഞാൻ ഭയപ്പെട്ടു. കാരണം ജനങ്ങൾ എന്നെ തിരിച്ചറിയുമോ എന്ന് ഞാൻ പേടിച്ചു. എന്നാൽ എവിടെ പോയാലും കുരിശിൽ കിടക്കുന്ന ആ രൂപം എന്റെ കൺമുന്നിലുണ്ടായിരുന്നു. ഞാൻ ശാരീരികമായ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടുവെങ്കിൽ യേശുവിൽ വിശ്വസിക്കുന്നവർ ആത്മീയ മരണത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു. ആ വെള്ളിയാഴ്ച ഗവർണറുടെ മുറ്റത്ത് നടന്നത് വെറുമൊരു കൈമാറ്റമായിരുന്നില്ല. അത് ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടിയുള്ള വലിയൊരു പദ്ധതിയുടെ ഭാഗമായിരുന്നു. ഞാൻ, പാപിയായ മനുഷ്യൻ, സ്വതന്ത്രനായി പുറത്തേക്ക് നടക്കുമ്പോൾ പരിശുദ്ധനായ ദൈവം കാൽവരിയിലേക്ക് നടന്നു. എന്റെ ചങ്ങലകൾ അഴിഞ്ഞു വീണത് അവന്റെ കൈകളിൽ ആണികൾ തറയ്ക്കപ്പെട്ടതുകൊണ്ടാണ്. ഈ സത്യം എന്റെ ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിച്ചു. വർഷങ്ങൾക്കിപ്പുറം എന്റെ വയസ്സുകൂടി, ശരീരം തളർന്നു. എങ്കിലും ആ ഓർമ്മകൾക്ക് ഒട്ടും മങ്ങലില്ല. ഇന്നും ഞാൻ ആകാശത്തേക്ക് നോക്കുമ്പോൾ ആ 3 കുരിശുകൾ ഞാൻ കാണുന്നു. നടുവിലത്തെ കുരിശ് അതെനിക്കുള്ളതായിരുന്നു. എന്റെ പേര് അവിടെ എഴുതി വെക്കേണ്ടതായിരുന്നു. പക്ഷെ അവിടെ എഴുതപ്പെട്ടത് യഹൂദന്മാരുടെ രാജാവെന്നാണ്. ആ രാജാവ് എന്റെ രാജാവായി മാറി. അവന്റെ രാജ്യം എന്റേതുമായി. എന്റെ ജീവിതം ഒരു അത്ഭുതമാണ്. പാപിയായ ഒരു മനുഷ്യന് ലഭിച്ച 2ാമത്തെ അവസരം. ഇതാണ് ബറബ്ബാസ് എന്ന എന്റെ സാക്ഷ്യം. ഇതാണ് ദൈവസ്നേഹത്തിന്റെ ആഴം. ആരും അർഹിക്കാത്ത സ്നേഹം, ആരും പ്രതീക്ഷിക്കാത്ത കരുണ, അതാണ് കുരിശിൽ കണ്ടത്. എന്റെ കഥ അവസാനിക്കുന്നില്ല. കാരണം ക്രിസ്തുവിലൂടെ ലഭിച്ച ജീവൻ അനന്തമാണ്. നിങ്ങൾക്കും ആ ജീവൻ സ്വന്തമാക്കാം. നിങ്ങൾക്കും ആ സ്നേഹം അനുഭവിക്കാം. കാരണം അവൻ മരിച്ചത് ബറബ്ബാസിനു വേണ്ടി മാത്രമല്ല, ലോകത്തിലെ ഓരോ പാപിക്കും വേണ്ടിയാണ്. നിങ്ങൾക്കും എനിക്കും വേണ്ടിയാണ്.